വരുമോ എൻ കൺകോണിലായി അണയൂ നിറവാർന്നെന്നുമേ. ഹലോ എവ്രി വൺ, സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് നോക്കാം. സൺഡേ എടുത്തൊരു വീഡിയോയാണ്, സൺഡേ വ്ളോഗ് എന്നും പറയാം. അപ്പോൾ ഞാൻ രാവിലെ ആദ്യം എണീറ്റിട്ട് കുറച്ച് ലേറ്റായിട്ടാണ് എണീറ്റിട്ടുണ്ടായിരുന്നത്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. എനിക്ക് നല്ല വിശക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 3 ദോശയും ചട്നിയും പിന്നെ നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ചായയും കുടിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ മിലുക്കുട്ടീനെ കളിപ്പിക്കുന്ന ടൈമാണിത്. കുറേ നേരം അവൻ്റെ അടുത്ത് പുറത്തേക്കൊക്കെ കൊണ്ടുവന്നിട്ട് ആ പാടത്തിന് അങ്ങോട്ട് നോക്കിയിരിക്കുകയാണ് അവൻ. കാരണം അവിടെയാണ് നായ്ക്കുട്ടികളും പൂച്ചക്കുട്ടികളൊക്കെ കൂടുതൽ വരിക. അപ്പോൾ അങ്ങോട്ട് നോക്കി കുറേ നേരം നിന്നു. പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും അമ്മ ഉള്ളിൽ കയറാൻ പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ അവനെ ഉള്ളിൽ കയറ്റിയിട്ട് പിന്നെ കുറേ നേരം ഉള്ളിലിരുന്നു നമ്മൾ രണ്ടുപേരും കൂടിയിട്ട് കളിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ അവന് മുടി കെട്ടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. എപ്പോഴൊന്നും കെട്ടിക്കൊടുക്കില്ല. ഇപ്പോൾ അവൻ്റെ മുടി കുറച്ച് വന്നുകൊണ്ട് കെട്ടിയപ്പോൾ നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ അവ അത് കുറച്ച് കഴിഞ്ഞാൽ അഴിച്ച് കളയും. അത് മാത്രമല്ല അവ അഴിച്ച് കളഞ്ഞ് എൻ്റെ ബണ്ണും കൊണ്ടുപോയിട്ട് അവൻ കളഞ്ഞു. എവിടെ കളഞ്ഞെന്നാവും. അപ്പം അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ അവൻ ടെറസിൻ്റെ മേലേക്ക് കയറ്റിയിട്ടുണ്ടായിരുന്നു. രാവിലെ റൗണ്ട് കയറും. പിന്നെ ഇപ്പം ഞാൻ വെറുതെ കയറിയപ്പോൾ ഞാൻ അവനെയും കൂടെ കയറ്റിയതാണ്. പിന്നെ എന്നെ ഒരു മൈൻഡില്ല. ആളുടെ പാട് നോക്കി കളിക്കാൻ പോയി. പിന്നെ ഞാൻ ജസ്റ്റ് വീഡിയോസൊക്കെ എടുക്കുമ്പോഴാണ് ഈ ക്ലൗഡ്സ് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നതാണ്. അതെല്ലാം വിട്ടിട്ട് അപ്പോൾ ഞാൻ അതിൻ്റെ കുറച്ച് വീഡിയോസ് എടുത്ത് ഇങ്ങനെ നടക്കുമായിരുന്നു. അപ്പോഴാണ് പിന്നെ വീണ്ടും വന്ന് നോക്കിയപ്പോൾ അവിടെ ഇരിക്കണേ ഞാൻ കണ്ടത്. കിടക്കുകയാണ്. കുറച്ച് നേരം ഇത് കൂടെ ഓടി, ടെറസിൻ്റെ മേലെ കൂടെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഓടി. പിന്നെ ഇപ്പോൾ കിടക്കുകയാണ്. അവൻ്റെ മുടി കെട്ടുന്നത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് തന്നെ തോന്നുന്നു അവൻ അതിങ്ങനെ അഴിക്കാൻ നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് അടിച്ചു വരാനും തുടയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വീഡിയോ എടുത്തില്ല. പിന്നെ എൻ്റെ ബാഗ് ഒന്ന് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ ബാഗിലില്ലാത്ത സാധനങ്ങളൊന്നുമില്ല. കാരണം ഞാൻ ക്ലാസ്സിന് പോകണോണ്ട് തന്നെ അതിൽ ഞാൻ ഈ ബാഗാണ് ഇപ്പോൾ ഞാൻ അധികം യൂസ് ചെയ്യാറ്. അപ്പം ഇതിൽ കുറേ സാധനങ്ങളുണ്ട്. പിന്നെ ഈ ബാഗ് ഞാനൊന്ന് വാഷ് ചെയ്തിടാമെന്ന് വിചാരിച്ചു ഇനി ക്ലാസ് തുറക്കുമ്പോഴേക്കും. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ബാഗിൻ്റെ ഉള്ളത്തെ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റുകയാണ്. അതിൻ്റെ ഉള്ളിൽ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. കുറേ കോയിൻസും പിന്നെ 2-3 മിഠായികളും ബുക്സും പിന്നെ ഈ ഒരു റൗണ്ടിലുള്ള സാധനം ഞാൻ ഡ്രസ്സിൻ്റെ ഒരു ഒട്ടിക്കാനുള്ളൊരു സാധനം ചോദിച്ചിട്ടാണ് മേടിച്ചത്. പക്ഷേ ആ കടയിലത്തെ ചേട്ടൻ എന്നെ പറ്റിച്ചു. അപ്പം അങ്ങനെ അതൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ട് ബാഗ് മാത്രം സെപ്പറേറ്റ് ആക്കിയിട്ട് അതിലൊന്നുമില്ലാണ്ട് അങ്ങോട്ട് തിരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു വാഷ് ചെയ്തിടാൻ. ഇന്ന് നല്ല വെയിലുള്ള ദിവസം കൂടിയാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനൊരു പഴം കഴിച്ചു, റോബസ്റ്റ് പഴം കഴിച്ചു. എനിക്ക് നല്ലോണം വിശക്കുണ്ടായിരുന്നു. ഉച്ച ടൈമൊക്കെ ആവാറായിരിക്കുന്നു. അപ്പോൾ ഞാനൊരു പഴമൊക്കെ കഴിച്ചിട്ട് അവിടെ ഇരുന്നു. ഞാൻ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം ഞാൻ ഫോണിലൊക്കെ കളിച്ചിരുന്ന് പിന്നെ ഉച്ചയ്ക്ക് ആയപ്പോൾ ഞാൻ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴും എനിക്ക് വീണ്ടും വിശപ്പിൻ്റെ വിളി വന്നു. അപ്പോൾ ഞാൻ കുറച്ച് ചോറും പിന്നെ എലിശ്ശേരിയും കപ്പ പിന്നെ മീൻ വറുത്തൊക്കെ കൂടിയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം കിടന്നു അമ്മയോടൊപ്പം. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഇന്ന് സിനിമയ്ക്ക് പോകാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കിഷ്കിന്ധ കാണണം. അപ്പം അതൊക്കെ ആ സിനിമയ്ക്ക് പോകാൻ വേണ്ടി ഞാൻ പെട്ടെന്ന് കുളിച്ച് റെഡി ഇപ്പോൾ കുളിച്ചിട്ടേ ഉള്ളൂ. അതാണ് മുടിയൊന്നും ഉണങ്ങിയിട്ടില്ല. അപ്പോൾ ഞാൻ കയ്യിലൊരു ക്ലിപ്പ് വെച്ചിട്ടുണ്ടില്ലെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ മുടി ഉണങ്ങി കഴിഞ്ഞാൽ പിന്നെ ആകെ ഡിസ്റ്റർബൻസ് ആവും. അപ്പം ഞാനും അമ്മയും ഉണ്ണിയും കൂടിയിട്ടാണ് പോകുന്നത്. അപ്പം നമ്മൾ വേഗം വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. 3:35 ആകുമ്പോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. 4 മണിക്കാണ് ഷോ. പിന്നെ നമ്മൾ വണ്ടിയിലാണ് പോയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ വണ്ടിയിൽ പോയി കഴിഞ്ഞിട്ട് നമുക്ക് നല്ല തിരക്കുണ്ടായിരുന്നു സൺഡേ ആയതുകൊണ്ട് തന്നെ. പക്ഷെ അധികം നേരം ഇങ്ങനെ ക്യൂവിൽ നിൽക്കേണ്ടി വന്നില്ല. നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് പോയി ഇടിച്ചിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കയറാൻ വേണ്ടി നിൽക്കുകയാണ്. സിനിമ കുറേ ആയി സിനിമകളൊക്കെ കണ്ടിട്ട്. കുറച്ചായി. ഞാൻ ഇപ്പോൾ ലാസ്റ്റ് കണ്ട സിനിമ ഏതോ വാഴയായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനുള്ളിൽ കയറിയിട്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് ഇൻ്റർവെല്ലായപ്പോൾ എടുത്തൊരു വീഡിയോയാണ്. ഇൻ്റർവെല്ലിൽ വരെ അടിപൊളിയായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇൻ്റർവെല്ലിന് സ്നാക്സും കാര്യങ്ങളും നമ്മുടെ പോപ്കോണൊക്കെ മേടിക്കാൻ വന്നതായിരുന്നു. ഇവിടുത്തെ ചീസി ഫ്ലേവർ പോപ്കോൺ അടിപൊളിയാണ്. അപ്പോൾ അത് 2 മേടിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് എനിക്കും പിന്നെ ഒന്ന് അമ്മയ്ക്കും എനിക്കും കൂടി ഷെയറും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മേടിക്കാൻ വേണ്ടി ഇവിടെ നിൽക്കുകയാണ്. ഇവിടെ കുറേ നേരം പോസ്റ്റായി നിൽക്കാൻ വേണ്ടിയിട്ട്. കിട്ടാൻ നല്ല ലേറ്റായി. എന്നാലും കുഴപ്പമില്ല, കിട്ടാൻ ലേറ്റായി. നമ്മൾ സിനിമയൊക്കെ തുടങ്ങിയിട്ട് ഇങ്ങനെ സിനിമ കണ്ടുകൊണ്ടിരുന്ന് കഴിച്ചു. അല്ലെങ്കിൽ നമ്മൾ സിനിമ തുടങ്ങാനായിട്ട് മുന്നേ തന്നെ ഇരുന്ന് കഴിച്ചിരുന്നു. പിന്നെ ഒരു സ്ട്രോബെറി ഐസ്ക്രീം മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാനൊരു കോഫിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോഫി കിട്ടിയിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട്
എനിക്ക് ഇത് ഇത്രയും സാധനങ്ങൾ മേടിച്ചപ്പോൾ ഇത് നമുക്ക് പിടിക്കാൻ പറ്റാത്തതുകൊണ്ട് അടുത്ത ചേട്ടൻ ഒരു ട്രേ ഒക്കെ എടുത്ത് തന്നു. പിന്നെ ഞാനതവിടെ ഇരിക്കാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും വയ്ക്കുന്നുണ്ട്. ആ ചേട്ടനത് നേരെ മാതിരി വച്ചതാണ് എനിക്ക്. അത് കഴിഞ്ഞിട്ട് 2 പോപ്കോൺ, ഒരു ചായ, പിന്നെ ഒരു സ്ട്രോബെറി ഐസ്ക്രീമും പിന്നെയും മേടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ മറ്റേ സാൻഡ്വിച്ച് ഇല്ലേ, അത് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതെവിടെ, അത് ഈ വീഡിയോയിലുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഓരോ സാധനങ്ങൾ കിട്ടാൻ ഇങ്ങനെ നല്ല ലാഗായും കൊണ്ട് നമ്മളിങ്ങനെ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പം ഇതൊക്കെ ഇതൊക്കെ എൻ്റെ പോപ്കോണൊക്കെ സിനിമ കഴിയണ ആ ഒരു ടൈമിലാണ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓരോന്ന് തിന്ന് മെല്ലെ ശരിക്കും ഫുഡ് കഴിക്കാൻ വേണ്ടി പോയ പോലെ. അപ്പം നമ്മുടെ സാൻഡ്വിച്ചൊക്കെ കിട്ടിയ സാൻഡ്വിച്ച് 2 മേടിച്ചിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്കും വേണമെന്ന് പറഞ്ഞിട്ട് അത് 2 മേടിച്ചിട്ടുണ്ടായിരുന്നു. പോപ്കോണും ചായയും ഒരു സ്ട്രോബെറി ഐസ്ക്രീമും കൂടി മേടിച്ചിട്ട് നമ്മൾ പിന്നെ നേരെ കയറിയിട്ടുണ്ടായിരുന്നു. ആൻഡ് എനിക്കിത് പിടിച്ചടക്കുമ്പോൾ പേടിയോ വീഴുമോ എന്നിട്ട് ഞാൻ അമ്മയുടെ കയ്യിൽ കൊടുത്തത് പിടിക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് കയറിയപ്പോഴേക്കും ഉണ്ണിക്ക് സാൻഡ്വിച്ച് വേണമെന്ന് പറഞ്ഞിട്ട് അവൻ അമ്മയുടെ നിന്ന് മേടിക്കുകയാണ്. എന്നിട്ട് അവനും അമ്മയും കൂടിയിട്ട് സാൻഡ്വിച്ച് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ചായ കുടിക്കാണ്ട് എനിക്ക് AC നല്ല തണുപ്പായിട്ട് ഞാൻ ആദ്യം ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഐസ്ക്രീം കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഒരു സാൻഡ്വിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും കഴിഞ്ഞ് പിന്നെ ഞാൻ പോപ്കോൺ കഴിച്ചു. അപ്പം ഒരു ഇൻ്റർവെൽ മുതൽ ലാസ്റ്റ് വരെ പിന്നെ ഫുള്ള് കഴിക്കലായിരുന്നു. അത് കഴിഞ്ഞ് സിനിമ കഴിഞ്ഞിട്ടിരിക്കണ ഇരുത്താണിത്. അമ്മയ്ക്ക് ഒട്ടും സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല എന്നാണ് അമ്മ പറയണത്. ഓക്കെ പക്ഷെ അമ്മ എക്സ്പെക്ട് ചെയ്തത്ര ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. അതാണ് ഈ ചേരി. അമ്മ ഉണ്ണിക്കുട്ടൻ്റെ അടുത്ത് ഇങ്ങനെ പറയുമായിരുന്നു. ആൻഡ് സിനിമ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കുഴപ്പമില്ല ഓക്കെ പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. നമ്മുടെ അവിടെയുള്ള പുഴയാണ്. വൈകുന്നേരം കുറേ ആൾക്കാർ, സൺഡേ കൊണ്ട് തന്നെ ഒത്തിരി പേര് വന്നിട്ടുണ്ടായിരുന്നു. നമ്മളും പണ്ടിങ്ങനെ പോവായിരുന്നു. എൻ്റെ അമ്മയും ഉണ്ണി, ഞാനും നന്ദുവും നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ പോയായിരുന്നു. അമ്മന്ന വില്ലേജിലേക്ക്. ഇപ്പം പിന്നെ നമ്മളങ്ങനെ പോകാറൊന്നുമില്ല. പിന്നെ നമ്മുടെ അവിടെ ആ ഒരു പുഴയുടെ അവിടെ തന്നെ ഒരു നില ബോട്ട് ക്ലബ്ബ് തുടങ്ങിയിട്ടുണ്ട്. അപ്പം അമ്മ പറഞ്ഞു നമുക്ക് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് കയറി നോക്കാം, എന്നൊക്കെ നമുക്ക് കണ്ടിട്ട് പോകാമല്ലോ. ഇനിയിപ്പോൾ ക്ലാസ്സും സ്കൂളൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ പോകാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ അങ്ങോട്ടും കൂടിയും കയറിയിട്ടുണ്ടായിരുന്നു. അമ്മ പറയാം മുന്നിൽ പോയി നിൽക്ക്, ഞാൻ നിൻ്റെ വീഡിയോ എടുത്തരാമെന്ന് പറഞ്ഞിട്ട് ആ ഒരു ഇതാണ് ഇപ്പോൾ കാണുന്നത്. ഞാൻ ഉണ്ണി നടന്നുകൊണ്ടിരിക്കുകയാണ്. സംഭവം കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഞാൻ അവിടെ ഒരു ഉണ്ണീനെ തട്ടിയിട്ടുണ്ടായിരുന്നു. ഉണ്ണി ഞാൻ അങ്ങോട്ട് നടക്കുമ്പോൾ എൻ്റെ കാലിൻ്റെ അങ്ങോട്ട് വന്നപ്പോൾ കൊണ്ടുവന്നതാണ് ഞാൻ എൻ്റെ മുഖത്ത് ഒരു പ്ലിങ് എക്സ്പ്രഷൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ ഇനി കുറേ പണികൾ നടക്കാണ്ട് തോന്നുന്നു. ഇങ്ങനെയൊന്നുമല്ല തോന്നുന്നു. ലാസ്റ്റ് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ അത് ഓപ്പൺ ആയിരിക്കുന്നു. ആൻഡ് ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ബോട്ടിങ്ങിൽ കയറിയിട്ടുണ്ടായിരുന്നില്ല, കാരണം നല്ല ലേറ്റ് ആയിട്ടാണ് നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പം പറഞ്ഞാൽ നമുക്ക് വേറൊരു ദിവസം നേരത്തെ പോയിട്ട് ബോട്ടിങ്ങിലാണെങ്കിൽ ചെയ്യാം. എത്ര 100 രൂപ എന്തോ മറ്റോ ആണ് ബോട്ടിങ്ങിന് വരുന്ന പൈസ. പിന്നെ അത് കഴിഞ്ഞിട്ട് നല്ല രാത്രി ആയപ്പം ഈ ഫാൻസി പൊട്ടിക്കുന്നത്, പടക്കം പൊട്ടിക്കുന്നത് അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ പാട്ട് പാടലുണ്ടായിരുന്നു. പാട്ട് പാടിയിട്ട് എത്ര പാട്ടാണോ പാടി അത്ര സമ്മാനം, അങ്ങനെയൊക്കെ. ഞാൻ പാട്ടൊന്നും പാടിയില്ല, പക്ഷെ അങ്ങനെ കൊടുക്കണേ ഞാൻ കണ്ടു. ഒരു ചേച്ചി 2 പാട്ട് പാടിയിട്ട് 2 സമ്മാനം കിട്ടി. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഐസ്ക്രീം മേടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ചോക്ലേറ്റ് ഐസ്ക്രീമാണ് പറഞ്ഞത്, പക്ഷെ ചോക്ലേറ്റ് ഐസ്ക്രീം ഉണ്ടായിരുന്നില്ല. പിന്നെ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടൊരു ഐസ്ക്രീം ആയിരുന്നു. അതും കുഴപ്പമുണ്ടായിരുന്നില്ല, ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ സ്ട്രോബെറിയും ചോക്ലേറ്റാണ് കുറച്ചും കൂടി ഇതിൽ ചിക്കും ബട്ടർ സ്കോച്ചും എല്ലാം കൂടിയിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിച്ചപ്പോൾ അന്നത്തെ വ്ളോഗ് ഇത്രയും വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ ബൈ.